കഴിഞ്ഞ 2-3 ദിവസമായി യാത്രയിലായിരുന്നതുകൊണ്ട് എനിക്ക് പുതിയ പോസ്റ്റുകളൊന്നും ഇടാൻ സാധിച്ചിരുന്നില്ല. പ്രത്യേകിച്ച് OBC കമ്മ്യൂണിറ്റികളും അവരുടെ നേർക്ക് ചില രാഷ്ട്രീയ പാർട്ടികൾ എടുക്കുന്ന സമീപനവും അതിനെപ്പറ്റിയും, അതുകൊണ്ട് തന്നെ OBC കമ്മ്യൂണിറ്റികൾ വോട്ട് ചെയ്യേണ്ട കാര്യത്തെക്കുറിച്ച് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിരുന്നല്ലോ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ മാതാ അമൃതാനന്ദമയി അമ്മയെയും ശിവഗിരി മഠത്തിലെ മഠാധിപതി സച്ചിദാനന്ദ സ്വാമിജിയെയും ഒക്കെ സന്ദർശിച്ചിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഞാൻ ഈ പോസ്റ്റ് തയ്യാറാക്കുന്നത്. അതിൽ ആദ്യമായി ഞാൻ ഒരു കാര്യം വായിക്കാം. ഇത് വർക്കല ശിവഗിരി മഠത്തിൻ്റെ ശിവഗിരി എന്ന പ്രകാശനമാണ്. അവർ പബ്ലിഷ് ചെയ്യുന്ന മാസികയാണ്. അതിലെ ഒരു പാരഗ്രാഫ്, അതിൽ പൊതു തിരഞ്ഞെടുപ്പും സാമൂഹിക നീതിയും എന്ന ശിവഗിരി മാസികയുടെ എഡിറ്റോറിയലിൽ വന്ന ഒരു പാരഗ്രാഫ് ഞാൻ വായിക്കുകയാണ്. ഇക്കഴിഞ്ഞ മാർച്ച് 6-ന് കൊല്ലത്ത് വെച്ച് ഗുരുദേവൻ മഹാത്മാഗാന്ധി കൂടിക്കാഴ്ചയുടെ ശതാബ്ദി ആഘോഷം ഒരു വിപുലമായ പരിപാടിയായി നടന്നിരുന്നു. ശിവഗിരിയിലെ കുറേയേറെ സന്യാസിമാരും മറ്റു ചില മഠങ്ങളിലെ സന്യാസിമാരും നിരവധി ക്രൈസ്തവ ബിഷപ്പുമാരും ഇസ്ലാം മതവിഭാഗത്തിലെ തങ്ങളും നിരവധി മൗലവിമാരും 20,000-ഓളം ജനങ്ങളും കോൺഗ്രസ് നേതാക്കന്മാരും ആ സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു. സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് കോൺഗ്രസ് നേതാവും ലോകസഭയിലെ പ്രതിപക്ഷ ലീഡറുമായ ശ്രീ രാഹുൽ ഗാന്ധിയായിരുന്നു. ധർമ്മസംഘം പ്രസിഡൻ്റായിരുന്നു അധ്യക്ഷൻ. കേരള രാഷ്ട്രീയത്തിൽ പിന്നോക്കക്കാർ അവഗണിക്കപ്പെടുന്നു എന്നും അത് വ്യക്തമാക്കിക്കൊണ്ട് കേരള കൗമുദി ഒരു എഡിറ്റോറിയൽ എഴുതിയിട്ടുണ്ടെന്നും അതിൽ പറയുന്ന മാതിരി സീറ്റ് വിഭജനവും ചർച്ചയും നടത്തണമെന്ന് ശ്രീ രാഹുൽ ഗാന്ധിയോട് ശിവഗിരി മഠം അധ്യക്ഷൻ അഭ്യർത്ഥിക്കുകയുണ്ടായി. അടുത്ത ദിവസം ശ്രീ രാഹുൽ ഗാന്ധി ശിവഗിരി സന്ദർശിച്ച വേളയിൽ ധർമ്മസംഘം ഭാരവാഹികളുമായി ചർച്ച നടത്തുകയും ചെയ്തു. പിന്നോക്കക്കാരും ദളിത് വിഭാഗങ്ങളും മുഖ്യധാരാ രാഷ്ട്രീയത്തിൽ നിന്നും പിന്തള്ളപ്പെട്ടു പോകുന്നു, അവരെ കൂടുതൽ ചവിട്ടിത്താഴ്ത്തുന്നു, ബന്ധപ്പെട്ടവർ കൈപിടിച്ച് ഉയർത്തുന്നില്ല എന്ന യാഥാർത്ഥ്യം ധർമ്മസംഘം പ്രസിഡന്റ് സച്ചിദാനന്ദ സ്വാമി, ജനറൽ സെക്രട്ടറി ശുഭാകാനന്ദ സ്വാമി, ഖജാൻജി ശാരദാനന്ദ സ്വാമി എന്നിവർ ഒപ്പിട്ട് ഒരു നിവേദനം രാഹുൽ ഗാന്ധിക്ക് സമർപ്പിക്കുകയുണ്ടായി. ജയിക്കുന്ന സീറ്റുകളിൽ പിന്നോക്കക്കാരെ നിർത്തി മത്സരിപ്പിക്കണം എന്ന് പ്രത്യേകം സൂചിപ്പിച്ചിരുന്നു. എന്നാൽ എന്താണ് സംഭവിച്ചത്? എനിക്ക് ഓരോ വിഭാഗത്തിലെയും കണക്കുകളുണ്ട്. ആദ്യത്തെ ഒരു വീഡിയോയിൽ തന്നെ ഞാനത് പറഞ്ഞതുകൊണ്ട് അത് ഞാൻ ഇനി ആവർത്തിക്കുന്നില്ല. പക്ഷേ ഏറ്റവും വൃത്തികേട് കാണിച്ചത് അത് കോൺഗ്രസ് പാർട്ടി തന്നെയാണ്. കാരണം ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും അവർ നൽകിയത്, അതായത് ഈഴവ, തീയ, ബില്ലവ വിഭാഗങ്ങൾ, വിശ്വകർമ്മ വിഭാഗങ്ങൾ, അതുപോലെ ധീവര വിഭാഗങ്ങൾ, പിന്നീട് ഹിന്ദു വിഭാഗത്തിലുള്ള മറ്റ് OBC വിഭാഗങ്ങൾ എല്ലാവർക്കും കൂടി നൽകിയത് 18 സീറ്റ്. ഈ വിഭാഗങ്ങളുടെ എത്ര ശതമാനം ജനസംഖ്യയുണ്ട് എന്ന് അവർ നോക്കേണ്ടേ? അപ്പോൾ ഇവരൊക്കെ തെളിയിക്കപ്പെട്ട ആട്ടിൻ പറ്റങ്ങളെ പോലെ വോട്ട് ചെയ്തുകൊള്ളും എന്നാണോ വിചാരിക്കുന്നത്? അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും വേണ്ട എന്ന് വിചാരിച്ചിരുന്നതാണ്. പക്ഷേ ഇത് ഇപ്പോഴേ മുളയിൽ നുള്ളിയില്ലെങ്കിൽ, മുളയല്ല, ഇത് മരമായിരിക്കുന്നു. ഇത് കളഞ്ഞില്ലെങ്കിൽ അതൊരു വലിയ അപകടകരമായി ചാഞ്ഞു നിൽക്കുന്ന ഒരു മരമായി വളർന്ന് വരും. അതുകൊണ്ടാണ് ഞാനിത് വീണ്ടും പറയുന്നത്. ഓണം വന്നാലും ഉണ്ണി പിറന്നാലും കോരന് കഞ്ഞി കുമ്പിളിൽ തന്നെ എന്നൊരു പാട്ടുണ്ട്, ഒരു ചൊല്ലാണത്. അതുപോലെയാണ് നേതാക്കളെ ചില പ്രത്യേക സമുദായങ്ങളിൽ നിന്ന് മാത്രം വളർത്തുന്നു. മറ്റ് സമൂഹങ്ങളിൽ നിന്ന് നേതാക്കന്മാരുണ്ടാക്കാൻ അനുവദിക്കാറില്ല. കാരണം മുകളിലിരിക്കുന്നവർ അങ്ങനെയാണ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് കോൺഗ്രസിൽ ചില നേതാക്കന്മാർ ഈ സമുദായങ്ങളിൽ നിന്നൊക്കെ ഉണ്ടായിരുന്നപ്പോൾ തങ്ങളുടെ സമുദായത്തിൽപ്പെട്ടവരെ റെക്കമെൻഡ് ചെയ്താൽ അതെന്തോ അപരാധമാണ് എന്ന മട്ടിലാണ് അവർ പെരുമാറിയിരുന്നത്. അവർക്കത് നാണക്കേടാണ്. അങ്ങനെയുള്ള നേതാക്കന്മാരുടെ പേര് ഞാൻ എടുത്തു പറയുന്നില്ല. എങ്കിലും അവർ സ്പീക്കർമാരും മന്ത്രിമാരും കേന്ദ്രമന്ത്രിമാരുമൊക്കെയായി വിരാജിച്ചവരാണ്. അവർക്കൊന്നും അവരുടെ സമുദായത്തോട് യാതൊരുവിധ കടപ്പാടും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഈ വിധത്തിൽ മറ്റു ചില വിഭാഗങ്ങൾ അവരുടെ ജനസംഖ്യയുടെ ഇരട്ടി വരെ MLA-മാരെയും MP-മാരെയും ഒക്കെ നേടിയെടുക്കാൻ സാധിക്കുന്ന വിധത്തിൽ പ്രവർത്തിച്ചത്. അതുകൊണ്ട്
നേതൃത്വത്തിലേക്ക് വരുന്ന സമയം അവിടെ വരാൻ ആളില്ലാതാകുന്നു. ഇനി ഇത് ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിൻ്റെ ഇലക്ഷൻ തന്നെ എടുക്കുക. എത്ര കൗൺസിലർമാരും എത്ര വാർഡ് മെമ്പർമാരുമൊക്കെയാണ് ഓരോ സമുദായത്തിൽ നിന്നുമുള്ളത്. അതാത് സ്ഥലത്ത് ഏത് സമുദായത്തിനാണ് ഭൂരിപക്ഷം എന്നൊക്കെ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകും ഏത് വിധത്തിലുള്ള നേതൃനിരയാണ് ഉണ്ടാകുന്നത്. അതിൽ വിറക് കൊത്താനും വെള്ളം കോരാനും ആരോ ഉപയോഗിക്കപ്പെടുന്നു എന്ന് നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കും. ജനസംഖ്യ ആനുപാതികമായി സാമാന്യേന LDFും അതുപോലെ NDAയും സീറ്റുകൾ കുറച്ചൊക്കെ നൽകിയിട്ടുണ്ട് എന്ന് പറയാം. പക്ഷേ അതിൽ ജയം ഉറപ്പാക്കുന്ന A+ സീറ്റുകൾ പോലും വളരെ വിരളമാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഇതൊക്കെ പറയുന്നത് ഇനി ഒരു സ്പർദ്ധയുണ്ടാക്കി സമുദായങ്ങളെ തമ്മിൽ അകറ്റാനല്ല, പക്ഷേ ഒന്നാണെന്ന് പറയുകയാണെങ്കിൽ അത് സമൂഹത്തിൽ സമുദായങ്ങൾ നിലനിൽക്കുന്നിടത്തോളം കാലം, വ്യത്യസ്തമായി നിലനിൽക്കുന്നിടത്തോളം കാലം അത് ഉണ്ടായിരിക്കുക തന്നെ ചെയ്യും. കാരണം പല പാർട്ടികളിലും ഞാൻ കാണുന്നത് ജാതിയില്ല എന്നൊക്കെ പറയും, പക്ഷേ OBCക്ക് മോർച്ച, SCക്ക് മോർച്ച, STക്ക് മോർച്ച. എന്തുകൊണ്ട് അവരെ പൊതുവായ വിഭാഗങ്ങളിൽ ഉൾപ്പെടുത്തി അതിലെ സ്ഥാനമാനങ്ങൾ നൽകി വളർത്തി വലുതാക്കുന്നില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഇപ്പോൾ തന്നെ BJPയിലെ ഡോക്ടർ KS രാധാകൃഷ്ണനെ പോലുള്ള ഏറ്റവും പ്രഗത്ഭനായ ഒരാളെ എങ്ങനെയാണ് അവഗണിക്കാൻ അവർക്ക് തൻ്റെ ഇടം വന്നത്? അദ്ദേഹത്തെ ഈ തവണ തീരെ അവഗണിക്കുകയല്ലേ ചെയ്തിരുന്നത്. വാസ്തവത്തിൽ തൃപ്പൂണിത്തുറയിൽ ഒരു പ്രാവശ്യം ഒരു ചാവയറായി നിന്ന് മത്സരിക്കാൻ അദ്ദേഹം നിർബന്ധിക്കപ്പെടുകയായിരുന്നു. അദ്ദേഹം ഇത്തവണ തൃപ്പൂണിത്തുറയിൽ നിന്നെങ്കിൽ അവിടെ ഹൈക്കോടതിയിൽ പേരുമാറ്റം നടത്താൻ പോകുന്ന നടിയെപ്പോലെ ആയിരുന്നില്ല അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം. തീർച്ചയായിട്ടും അവിടെ നിന്ന് വിജയിച്ചു വരുവാൻ തക്ക പ്രാപ്തിയുള്ള ഒരാളായിരുന്നു അദ്ദേഹം. ഇത്ര അവഗാഹമായ ചിന്തയും പഠനവും എല്ലാമുള്ള, ഇത്രയും നന്നായി പ്രസംഗിക്കുന്ന, ഇത്രയും നന്നായി എഴുതുന്ന ഒരു വ്യക്തിത്വത്തെ, മറ്റൊരു വ്യക്തിത്വത്തെ നമ്മൾക്ക് ആ സംഘടനയിൽ കണ്ടെത്താൻ കഴിയില്ല. അദ്ദേഹത്തിന് പോലും ലഭിക്കുന്ന അവഗണന അത് എന്തുകൊണ്ടാണെന്ന് നമ്മൾക്ക് ഊഹിക്കാവുന്നത് തന്നെയാണ്. കാരണം അദ്ദേഹം വരുന്നത് ഒരു ധീവര കമ്മ്യൂണിറ്റിയിൽ നിന്നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഹിന്ദു ഏകതാ സമ്മേളനങ്ങൾ നടക്കുമ്പോഴും ഹിന്ദു ഒന്നാണെന്ന് പറയുമ്പോഴും ആ ഹിന്ദു ഒന്നാണെന്ന് കൃത്യമായി കാണിച്ചു കൊടുക്കാൻ ചിലർക്ക് ബാധ്യതയുണ്ട്. ആ ബാധ്യത ചിലർ നിറവേറ്റുന്നില്ല എന്ന് പറയുന്നതിന് ഉദ്ദേശിച്ച് തന്നെയാണ്. ഏതായാലും ഈ തവണ ഞാൻ അതിന് ചില കാര്യങ്ങൾക്ക് മുതിരുന്നില്ല. പക്ഷേ അതുകൊണ്ട് ഇനിയും ഇതേപോലെ നിശബ്ദമായി ഇരിക്കും, കിട്ടുന്നതും വാങ്ങി പോയിക്കൊള്ളും എന്ന് വിചാരിച്ചിരിക്കരുത്. പുതിയൊരു മേധാവിത്വം ഈ ജനാധിപത്യത്തിൽ പോലും ഈ രീതിയിൽ കൊണ്ടുവരുന്നത് തികച്ചും തെറ്റാണ്. കാരണം അത് ഏകദേശം ജനസംഖ്യ ആനുപാതികമായി തന്നെ നടക്കണം. അത് നടന്നില്ലെങ്കിൽ ഭാവിയിൽ തീർച്ചയായിട്ടും OBCകളുടെയും SC/STകളുടെയും ഒരു സംഘടനയും ഒരു പാർട്ടിയും ഉണ്ടായാൽ അതിൽ അത്ഭുതപ്പെടേണ്ടതില്ല എന്നുകൂടി ഞാൻ എല്ലാവരെയും ഓർമ്മിപ്പിക്കുകയാണ്. ഇത്തവണ കാണുന്നത് കോൺഗ്രസ് എന്തുകൊണ്ട് OBC വിഭാഗങ്ങളെ ഇത്രയധികം അവഗണിച്ചു എന്ന് നോക്കുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട നേതാക്കൾ ആരും ഉണ്ടാകാൻ അനുവദിക്കാതെ, അങ്ങനെ MLA സീറ്റ് കൊടുക്കുമ്പോൾ അത് മത്സരിക്കാൻ അറിയുന്ന നേതാക്കളില്ല എന്ന് പറഞ്ഞ് അവർ ഭൂരിപക്ഷമായ മണ്ഡലങ്ങളിൽ പോലും മാറ്റി കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ഇതെല്ലാം ഞാൻ പറയേണ്ടി വരുന്നത് ഈ ജാതിക്ക് ഉപരിയായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് പോലും അതിലേക്ക് തിരിച്ചു വരാൻ എന്നെ പ്രേരിപ്പിക്കുന്നത് തീർച്ചയായിട്ടും ഈ കരുതിക്കൂട്ടിയുള്ള അവഗണനയാണ്. എല്ലാ സ്ഥലങ്ങളിലും ഒരുപോലെ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ അത് ഏതെങ്കിലും യാദൃച്ഛികമായി സംഭവിക്കുന്നതല്ല. വളരെ കൃത്യമായ ആസൂത്രണത്തോടുകൂടി അവരെ അവഗണിച്ച് കൊണ്ടുവരികയും ചവിട്ടിത്താഴുകയും അവരുടെ തലയ്ക്ക് മുകളിൽ നിന്ന് മറ്റുള്ളവർ അധികാരം കൈയാളുകയും ചെയ്യുന്ന രീതിയാണ് ഉണ്ടാകുന്നത്. അത് ഇനിയും തുടരുവാൻ സാധ്യമല്ല എന്ന് അറിയിക്കാൻ കൂടിയാണ് ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള പ്രധാനപ്പെട്ട എല്ലാ
നേതൃസ്ഥാനങ്ങളിലിരിക്കുന്ന ഇത്തരം സമുദായങ്ങളിലെ പലരോടും ഞാൻ സംസാരിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഞാൻ ഇത്തവണ ഇത് കോൺഗ്രസ് പാർട്ടിയിലേക്ക് മാത്രമായിട്ട് ഒതുക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 9-ാം തീയതി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ സമ്മതിദാനാവകാശം ഉപയോഗിക്കുമ്പോൾ ഇത്രയും ഹീനമായി OBC വിഭാഗങ്ങളെ ചവിട്ടിത്താഴ്ത്തിയ കോൺഗ്രസ് പാർട്ടിയുടെ അതിലെ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് നൽകാതെ അടുത്തത് ജയിക്കുന്ന സ്ഥാനാർത്ഥിക്ക് വോട്ട് നൽകണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന ഒരിക്കൽ കൂടിയുള്ളത്. അപ്പോൾ ചിലർ എന്നെ വിളിച്ച് ചോദിച്ചു, ഇത് വലിയ അപകടം ചെയ്യുമല്ലോ, അങ്ങനെയാണെങ്കിൽ SC/ST വിഭാഗങ്ങൾ കൂടി അങ്ങനെ വരും. തീർച്ചയായിട്ടും ഇപ്പോൾ കലാഭവൻ മണിക്ക് വേണ്ടി ശബ്ദമുയർത്തിയ എനിക്ക് സുപ്രീം കോടതി വരെ പോകേണ്ടി വന്നു, സ്വന്തം പണം ഉപയോഗിച്ച് അതിനെ തുടർന്നുണ്ടായ സംഗതികളിൽ നിന്ന് ഊരി വരാനായിട്ട്. അനാവശ്യമായി എന്നെ അതിൽ പിടിച്ചിട്ട ഒരു ബഹുമാന്യനായ ജസ്റ്റിസ് ഉണ്ടായിരുന്നു. അദ്ദേഹം ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ വളരെ പ്രശസ്തനുമാണ്. എന്തിനാണ് എന്നെ അതിൽ കൊണ്ടുവന്നത് എന്ന് അദ്ദേഹത്തോട് തന്നെ നിങ്ങൾ ചോദിച്ചു നോക്കും. ഞാനിപ്പോൾ അതേപ്പറ്റി ഒന്നും കൂടുതൽ പറയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഈ വർഷം ഇത് കോൺഗ്രസ്സിന് മാത്രമേ ഇരിക്കട്ടെ. അടുത്ത വർഷങ്ങളിൽ മറ്റ് പാർട്ടികളിലും ഇതുപോലെ വരുന്നില്ല എങ്കിൽ, അതല്ലെങ്കിൽ 4-ാം തീയതി കഴിഞ്ഞതിന് ശേഷം, മെയ് 4-ാം തീയതി കഴിഞ്ഞതിന് ശേഷം അത് സംഭവിക്കുന്നില്ല എങ്കിൽ അതിന് നല്ല നടപടികൾ എടുക്കുവാൻ നിർബന്ധിതനായി തീരും. അതുപോലെ എൻ്റെ കൂടെയുള്ളവരും അതിന് നിർബന്ധിതരായി തീരുമെന്ന് പറയുവാനായിട്ട് ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. അപ്പോൾ ചിലർ ചോദിച്ചു, കോൺഗ്രസിനുള്ളിൽ തന്നെ മത്സരിക്കുന്ന ഇത്തരം വിഭാഗങ്ങളിൽപ്പെട്ട സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് എന്ത് ചെയ്യണമെന്ന്. അത് അവിടെയുള്ളവർ തീരുമാനിക്കട്ടെ, അവർക്ക് സ്വതന്ത്രമായി ചിന്തിക്കാമല്ലോ, അതിന് പ്രത്യേകിച്ച് ഒന്നും പറയേണ്ടതില്ലല്ലോ. പക്ഷെ ഒരു കാര്യമുണ്ട്, വിളമ്പുമ്പോൾ ഏകദേശം തുല്യമായിട്ട് വിളമ്പണം. അത് വളരെ കുറച്ചും വളരെ തെറ്റായ രീതിയിലും ആയിപ്പോകരുത്. സാമൂഹ്യ നീതി നടപ്പാക്കുക തന്നെ വേണം, ഇല്ലെങ്കിൽ അത് പിടിച്ചെടുക്കുക തന്നെ ചെയ്യും എന്ന് പറയാനായിട്ട് ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. അതുകൊണ്ട് 9-ാം തീയതി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും OBC വിഭാഗങ്ങളെ ഏറ്റവും അധികം ചവിട്ടിത്താഴ്ത്തിയ കോൺഗ്രസ് പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾക്ക് നിങ്ങൾ ഒരു കാരണവശാലും വോട്ട് ചെയ്യരുത് എന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ വീഡിയോ നിർത്തുകയാണ്. എല്ലാ സഹോദരങ്ങൾക്കും നമസ്കാരം.